പ്രിയ സ്നേഹിതരെ, കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് മാന്യവും ബഹുമാനാർഹവുമായ തൊഴിൽ ചെയ്യുന്ന ഒരു വിഭാഗം ഉദ്യോഗസ്ഥരെക്കുറിച്ചാണ്. അതായത് പോലീസ് ഉദ്യോഗസ്ഥരെക്കുറിച്ച്. അവർ നിയമപാലകരാണ്, നിയമ സംരക്ഷകരാണ്. ഭരണഘടന അവർക്ക് അനുവദിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഗവൺമെൻറ് അവർക്ക് അനുവദിച്ചിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിയമം സംരക്ഷിക്കുക എന്നുള്ള ഒരു വിലയേറിയ ഒരു ദൗത്യം അവർ നിർവഹിക്കുന്നു. ഇതേപോലെ തന്നെ ബഹുമാനവും മാന്യതയും അർഹിക്കുന്ന അനേക വിഭാഗം തൊഴിലുകളുണ്ട്. അതിൽ പ്രധാനമായും എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന ദേശീയ തലത്തിൽ ഉള്ള സേനാ അംഗങ്ങൾ, അതായത് എയർഫോഴ്സ്, ആർമി, നേവി, അതേപോലെ CRPF, മറ്റിതര സേനാംഗങ്ങൾ. അതുപോലെ തന്നെ മറ്റൊന്നാണ് അഗ്നിശമന സേനാംഗങ്ങൾ. ഇവരെയൊക്കെ നാം വളരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അവരുടെയൊക്കെ പ്രയോജനം നമുക്ക് ആവശ്യമാണ്. ഒരു അപകടത്തിൽപ്പെട്ടാൽ, ഒരു അനർത്ഥമുണ്ടായാൽ, ദേശീയ തലത്തിൽ ഒരു ദുരന്തമുണ്ടായാൽ, ഒരു യുദ്ധസന്നാഹമുണ്ടായാൽ, അവിടെയൊക്കെ ഇവരുടെയൊക്കെ സേവനം കൂടാതെ നമുക്ക് സാധ്യമല്ല എന്നുള്ളത് നാം ഓർക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ബഹുമാനവും മാന്യതയും അർഹിക്കുന്നു എന്ന് പറഞ്ഞത്. ഇവർക്ക് വേണ്ട എല്ലാ ഉപകരണങ്ങളും നൽകി പരിശീലിപ്പിച്ച് എല്ലാ ദിവസവും ഇവരെ സജ്ജരാക്കി നിർത്തുന്നത് ഏത് സമയത്ത് അനർത്ഥമുണ്ടായാലും ഒരാവശ്യം വന്നാലും അവരെ ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഞാനതൊക്കെ ഓർക്കുന്നു. നമ്മുടെ സമൂഹത്തിലെ ഇങ്ങനെയുള്ള പ്രവർത്തന മണ്ഡലങ്ങൾ ഉള്ളതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയും. നമുക്കൊക്കെ ദൈവം ബുദ്ധി തന്നല്ലോ, അതിനുള്ള ചിന്തിക്കാനുള്ള വിവേകം തന്നല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുവാൻ ഇടയായത്. എന്നാൽ ഇവിടെയൊക്കെ നാം ഓർക്കേണ്ടത്, നമുക്കൊരു അനർത്ഥം വരുന്നതിൽ നിന്ന് തടയുക, അതിനുവേണ്ട നിയമ നടപടികൾ എടുക്കുക, അപകടമുണ്ടായാൽ നമ്മളെ രക്ഷിച്ചെടുക്കുക എന്നൊക്കെയുള്ള തൊഴിൽ ചെയ്യുന്ന ഇവരെ പോലെ തന്നെ നാം ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് ഞാൻ പറയട്ടെ, ദൈവരാജ്യത്തിൽ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണമുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ ജീവിക്കാൻ ആഗ്രഹിച്ച് നിയമം അനുസരിക്കുന്ന, ദൈവരാജ്യത്തിൻ്റെ നിയമം പാലിക്കുന്ന ഏതൊരു വ്യക്തിക്കും വേണ്ട സംരക്ഷണവും അപകടം വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ദൈവം കരുതിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ദൂതന്മാരെ അതിനെ കാവലാക്കുന്നു, സംരക്ഷണം ചെയ്യുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവർ. ദൈവത്തെക്കുറിച്ച് പറയുന്നത്, ദൈവം എൻ്റെ സങ്കേതവും ബലവുമാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിൽ വസിക്കുകയും ദൈവത്തിൻ്റെ നിയമത്തിന് കീഴിൽ അനുസരണയോടെ ജീവിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം സങ്കേതമാണ്, സംരക്ഷണ കവചമാണ്, ബലമാണ്, സുരക്ഷിതത്വമാണ് എന്നൊക്കെ നാം അറിയേണ്ടത് ആവശ്യമാണ്. വേദപുസ്തകം വളരെ വ്യക്തമായത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തെ അനുസരിക്കാനുള്ള ബാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടുമുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ബോധ്യമുള്ളപ്പോൾ തന്നെയാണ് നമുക്ക് ദൈവത്തെ വേണ്ട എന്ന് പറയുന്ന അനേകം നമ്മുടെ സമൂഹത്തിലുണ്ട്. ദൈവം ഇല്ല എന്ന് പറയുന്നവരുമുണ്ട്. വേദപുസ്തകത്തിൽ പറയുന്ന ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ദൈവമില്ല എന്ന് പറയുന്നുവെങ്കിൽ വേദപുസ്തകം പറയുന്നു, ബൈബിൾ പറയുന്നു, അവൻ മൂഢനെ പോലെയാണ്. അതായത് വേണ്ടവണ്ണം ചിന്തിക്കുവാൻ കഴിവില്ലാത്തവരാണ്. അതായത് അല്ലെങ്കിൽ അറിവുണ്ടായാലും എനിക്ക് അറിയില്ല എന്ന് ഭാവിക്കുന്നവർ, നടിക്കുന്നവർ. ഇങ്ങനെയുള്ളവരെ പോലെ നാം ആകരുത്. കാരണം മനുഷ്യർക്ക് ദൈവത്തെ കൂടാതെ ജീവിച്ചിരിക്കാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാം, ദൈവത്തെ പിൻപറ്റാം. ദൈവം തരുന്ന സംരക്ഷണമായിരിക്കട്ടെ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നാം ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവരും സുരക്ഷിതരായിരിക്കണം, ആരും അപകടത്തിൽപ്പെടരുത് എന്ന് പറഞ്ഞല്ലേ പുതിയ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ട്രാഫിക് സംവിധാനമായിക്കോട്ടെ, മറ്റിതര സേഫ്റ്റി എന്നാണ്, സേഫ്റ്റി ഫസ്റ്റ് എന്നാണ് എല്ലായിടത്തും എഴുതി. അപകടം വരാതിരിക്കാനുള്ള സുരക്ഷിതത്വമായിരിക്കട്ടെ ഏറ്റവും ആദ്യമായി
നമ്മുടെ മുൻകരുതലുകൾ ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മെ തന്നെ സംരക്ഷിക്കാം, നമ്മുടെ കൂടെയുള്ളവരെ സംരക്ഷിക്കാം, നിയമപാലകരാകാം, ദൈവത്തെ അനുസരിക്കാം, ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിൽ വസിക്കാം, സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമായിരിക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ.